സോ ഗൈസ് ഹവാറി വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുട്ടായി. പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് ഗൈസ് നമുക്ക് ഉപ്പുമുളകിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ വെച്ചൊരു ലാസ്റ്റ് അപ്ഡേഷൻ കിട്ടി BGM കുറിച്ച്. ഓക്കെ, സോ ഒരുപാട് പേര് 2-3 ദിവസം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു, ഒരുപാട് പേര് മെയിൽ അയക്കണ്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു നശിച്ച BGM ഉപ്പുമുളകും ഷോയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത്രയും കാലം അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അവർ കമൻറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിന് പ്രതിഷേധിച്ചതിന് ശേഷം അവർ വീണ്ടും എല്ലാ എപ്പിസോഡ്സിലും BGM കുത്തി ഇറക്കാണ്. ഓക്കെ, എന്തായാലും ഇപ്പോഴും അപ്ഡേഷൻ ഉപ്പുമുളകും ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഒക്കെ അതുകൊണ്ട് വായിച്ചുതരാം. അതായത് വീഡിയോക്ക് പോകുമ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ചാൽ മാക്സിമം ഉപ്പുമുളകും ടീമിന് ഉപ്പുമുളകും കാണുന്ന എല്ലാ പ്രേക്ഷകരോടും വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ അധികം സമയം വൈകിക്കും എനിക്ക് തോന്നുന്നു, കാരണം ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കും, നിങ്ങൾ കാര്യം കേട്ടാൽ മതി. ഓക്കെ, ഈ ഒരു സംഭവം തുടങ്ങുന്നത്, ഈ രീക്ഷ തുടങ്ങുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നത്, ഞാൻ ഇന്ന് കാണിച്ചൊരു കാര്യം. ഓക്കെ, ഇന്ന് 171ാമത്തെ എപ്പിസോഡ്. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, വെള്ളിയാഴ്ച രാത്രിയാണ്. സോ 171ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ കാര്യം വീണ്ടും വന്നത്. ഓക്കെ, അതായത് BGMൻ്റെ പ്രശ്നം പറഞ്ഞാൽ സംസാരിക്കുന്നതിന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ BGMനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് 171ാമത്തെ എപ്പിസോഡിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഓക്കെ, അതൊക്കെ നല്ല ലൈക്കുണ്ട്, കാരണം 2.2K ലൈക്കുണ്ട്. പിന്നെ ഉപ്പുമുളകും പഴയതുപോലെ BGM ഇല്ലാതെ വേണമെന്ന് ഉള്ളവർ ലൈക്ക് അടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക. പഴയതുപോലെ തന്നെയാണ് നല്ലത്, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. കാരണം ഉപ്പുമുളകിൻ്റെ പഴയ ഒരു മൂഡ് കിട്ടില്ല, പഴയ ഒരു ഫീലിംഗ് കിട്ടില്ല, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അടുത്ത കമൻറ്റ് ഞാൻ വായിച്ചുതരാം. ഫ്രം ദ ലാസ്റ്റ് 2 days ദ എപ്പിസോഡ് ആർ ബിക്കമിങ് മോർ ഇമോഷണൽ വിത്ത് നോ എൻഡിങ് ഡ്രാമ ആൻഡ് അൺസെസറി BGM. ഓക്കെ, സോ എനിക്ക് ശരിയായി തോന്നി. കാരണം ഉപ്പുമുളകിനൊരു സീരിയലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ആ ഒരു സമയത്ത് തുടങ്ങി ആ ഒരു ദിവസം ഒറ്റ എപ്പിസോഡിൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാറുണ്ട്. പക്ഷേ ഇതൊരു സീരിയൽ രൂപത്തിലായിക്കോയി, കാരണം ഇമോഷണലായിട്ട് BGM വരുന്നു, ഇമോഷണലായിട്ട് ഒരുപാട് തുടർച്ചയായ ഭാഗങ്ങൾ അങ്ങോട്ട് പോകുന്നത്. സോ അതൊരു സീരിയലുമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഓക്കെ, it is a comedy serial. We wait eagerly every day to see the episode. Please do not make it dramatic like a daily soap ending with suspense. Okay, തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള മലയാളത്തിലുള്ള സീരിയലിൻ്റെ കാര്യമൊക്കെ ഇതേപോലെ അതേ ഒരു റേഞ്ചിലോട്ട് മാറാണ് ഉപ്പുമുളക്. ഓക്കെ, കാരണം ഒരു ദിവസത്തെ കഴിഞ്ഞ് മറ്റൊരു ദിവസം പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരുന്ന ഉപ്പുമുളക് ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ ബാക്കി കണ്ടൻറ്റ് മെഗാ സീരിയൽ പോലെ വലിച്ചിട്ട് കൊണ്ടുവന്നൊരു പ്രവണത കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് പ്രതിഷേധമായി തരും. പക്ഷേ ഇത്ര പ്രതിഷേധിച്ചും എന്തുകൊണ്ട് അവർ BGMൻ്റെ കാര്യത്തിൽ ഈ ഒരു എപ്പിസോഡിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരാത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഇത് അവർ ശ്രദ്ധിക്കാതെ പോയതെന്ന് വെച്ചാൽ അല്ല, അവരുടെ കണ്ണിൽ ഒരുപാട് പേര് നമ്മൾ ഈ കാണുന്ന ഓഡിയൻസാണ് നമ്മൾ ഈ കാണുന്ന ഓഡിയൻസ് നാളെ ഒരു പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വരുമാനമല്ലോ. സ്വന്തം അവരത് ശ്രദ്ധയിൽപ്പെടും, അതുകൊണ്ട് അവർ ആക്ഷൻ എടുക്കും. പക്ഷേ ഇത്ര കാലം അവർ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല, അതേക്കുറിച്ച് സംസാരിക്കാൻ പോകണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത്ര ലേറ്റ് ചെയ്തത്. സോ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ചത്, കാരണം അത്രയും എഫേർട്ട് എടുത്താണ് വീഡിയോ ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിൽ ഒരു അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് കിട്ടിയ സമയത്ത് വൈകുന്നേരം കിട്ടിയ. ഓക്കെ, ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അറിയാം. സോ എന്തായാലും കേട്ടാൽ മതി. ഓക്കെ, ഓരോ എപ്പിസോഡിൽ അവസാനിക്കും അത് തന്നെയാണ് നല്ലത്, കാരണം അത് ശരിയാണ്, ഓരോ എപ്പിസോഡിൽ അവസാനിക്കുന്ന അത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ മെഗാ പരമ്പര പോലെ കണ്ടിന്യൂസ് തുടർന്ന് ഉപ്പുമുളകും നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന ശക്തമായ പ്രതിഷേധം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. BGMനെതിരെ ശക്തമായ പ്രതിഷേധം ഒന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു, അതും സിറ്റുവേഷൻ അനുയോജ്യമല്ലാത്ത BGM നെക്സ്റ്റ് എപ്പിസോഡിൽ മുന്നിൽ BGM വേണ്ടാന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് 5400 ലൈക്കൊക്കെ കിട്ടണം. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ എല്ലാ എപ്പിസോഡിനും അവർ ഈ BGM വീണ്ടും കുത്തിക്കയറ്റാണ് ഇതിൻ്റെ കണ്ടിന്യൂഡ് വേഷൻ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുമാതിരി ഒപ്പുമുളകിന് ഇവർ അറിഞ്ഞുകൊണ്ട് താത്തിൻ്റെ ഒരു പരിപാടി എനിക്ക് തോന്നി. ഓക്കെ, പക്ഷേ എന്നിട്ട് ഇവർ എന്തുകൊണ്ട് മാറ്റില്ല, അതിൻ്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഓക്കെ, കാരണം ഇന്ന് നമുക്ക് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, പിന്നെ അങ്ങനെ ഒരുപാട് കഥയില്ലാത്ത ജീവിതം, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ്. അന്നുള്ള പ്രശ്നം അന്നെ തീർന്നു പോകുന്ന ഉപ്പുമുളകുമാണ് എനിക്കിഷ്ടം, അതാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടത്, പഴയ ആ വൈബ് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഓക്കെ, സോ ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തമിഴ്നാട്ടിൽ കോമഡി പരിപാടികൾ ഇല്ലാത്തത് കൊണ്ട് മലയാളത്തിൽ സ്ഥിരമായി ഉപ്പുമുളകും കണ്ട് സന്തോഷിച്ചു കൊണ്ടിരുന്നു. രാവിലെ പണിക്ക് പോയിട്ട് രാത്രി തിരിച്ചു വന്നത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയായിരുന്നു, പഴയതുപോലെ തന്നെ വേണമെന്ന്. കാരണം ഉപ്പുമുളകും പറഞ്ഞ ഒരു സീരിയൽ ഒരുപാട് പേർക്ക് അതൊരു സീരിയലല്ല എന്ന് തോന്നും, കാരണം അങ്ങനത്തെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യമാണ് ആ ഇതിൽ പറയണം. ഓക്കെ, കാരണം ഉപ്പുമുളകിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ഒരു സീരിയൽ പോലെയല്ല, ഓരോ തമാശ നിറഞ്ഞ ഭാഗങ്ങളായിരിക്കും, ഫുൾ എൻജോയ് ചെയ്യാനുള്ളൊരു മൂവി കാണുന്ന ഫീൽ ആയിരിക്കും. ഓക്കെ, മറ്റേ സീരിയൽ പോലെ അമ്മായിയമ്മ പ്രസവിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഉപ്പുമുളക് പോകാറില്ല. അതിൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഉപ്പുമുളകിൻ്റെ പ്രത്യേക യൂണീക്ക് സ്റ്റൈലാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഉപ്പുമുളകിനെ ഇഷ്ടപ്പെടാൻ കാരണം. പക്ഷേ ആ ഒരു സ്റ്റൈൽ നഷ്ടപ്പെടുത്തിയതാണ്. ഓക്കെ, പെട്ടതല്ല, എന്നൊരു കാര്യം നമ്മൾ വീഡിയോ പറഞ്ഞായിരിക്കും. ഇപ്പോൾ ഇനി BGM ഇല്ലാതെ എപ്പിസോഡ് ഇടുന്നു അന്ന് കാണാം ഉപ്പുമുളകിന് മറ്റ് സീരിയലുകളിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായി കാണുന്നതും കണ്ണീർ പരമ്പര കാണേണ്ട കാര്യം നമ്മൾക്കില്ല.
അത് ശരിയാണ്. കാരണം ഇതൊരു കണ്ണീര് പരമ്പരയായി കാണുന്ന പിന്നെ ആരും കാണത്തില്ല. ഓക്കെ, അരമണിക്കൂറെങ്കിലും എല്ലാം മറന്ന് സന്തോഷിക്കാനാണ് ഇത് കാണുന്നത്. സാരമില്ല, പഴയ എപ്പിസോഡ് കണ്ടോളം, നിങ്ങൾ പൊളിക്ക്. BGM ഒക്കെ ഇട്ട് അപ്പോൾ ബായ്. BGM ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇല്ലാതെ ഒരു ഉപ്പും മുളകും വരുവാണെങ്കിൽ വീണ്ടും കാണും. ഓക്കെ, കാരണം ആൾക്കാർക്ക് മടുത്തു, ഈ ഒരു സംഭവം മടുത്തു. കാരണം ഫസ്റ്റ് കമൻറ്റ് ചെയ്ത സമയത്ത് ഇവർ വിചാരിച്ചു അടുത്ത എപ്പിസോഡ് മുതൽ ഇതിനൊരു പ്രോബ്ലം സോൾവിങ് ഉണ്ട്. പക്ഷേ അടുത്ത എപ്പിസോഡ് പിന്നത്തെ എപ്പിസോഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒപ്പം മുളക് പഴയതുപോലെ വരണം. ഒപ്പം മുളകും BGMനെതിരെ ശക്തമായ പ്രതിഷേധം. BGM കേട്ട് എന്തോ പോലൊരു ഫീലിംഗ്, പഴയ എപ്പിസോഡ് പോലെ BGM ഇല്ല എന്നൊക്കെ ഒരുപാട് കമൻറ്റ്. ഓക്കെ, അങ്ങനെ പോയി നിരവധി കമൻറ്റ്സ്. ഇന്നലത്തെ എപ്പിസോഡ് ഓക്കെ 170ാമത്തെ എപ്പിസോഡിലും ഇതേ കമൻറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു BGMും കലയിൽ പോലെ BGM വേണ്ട എന്നുള്ള ലൈക്ക് അടിച്ചു പ്രതിഷേധിക്കാൻ ഒരുപാട് കമൻറ്റ്സ്. ഓക്കെ, ഇതിലൊരു കമൻറ്റ് ഞാൻ വായിച്ചതാ. ഓക്കെ, എവിടെയാണ് കമൻറ്റ്? ഓക്കെ, ഉപ്പും മുളകും തുടങ്ങിയത് മുതൽ അന്നും ഇന്നും ഇത് ഉയിരാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഈ BGM ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഒരുപാട് സങ്കടങ്ങളും ടെൻഷനും മറക്കുന്നത് ഇത് കാണുമ്പോഴാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഭയങ്കര ബോറാണ്. ഓക്കെ, അതിനെനിക്കും പറയുന്നത്. എന്തായാലും 2016 മുതൽ ഉപ്പും മുളകും സ്ഥിരം പ്രേക്ഷകയാണ്. പല എപ്പിസോഡുകളും ഒന്നിലധികം തവണ കണ്ടിട്ടുമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകൾ പോലെയാണ് ഇനിയും പ്രോഗ്രാമിൻ്റെ പോക്കെങ്കിൽ അധികം വൈകാതെ പരിപാടി കാണുന്നത് നിർത്തേണ്ടി വരും എന്ന് കമൻറ്റ്സ് വന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ ഒരു പരിപാടി നിർത്തിയാൽ പറയാൻ പോകണം. ഓക്കെ, അതേപോലെ തന്നെ 160ാമത്തെ എപ്പിസോഡിലൊക്കെ ഇതേ BGMൻ്റെ പ്രശ്നമാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കമൻറ്റ് കാണിച്ചത്. ഓക്കെ, അതുല്യ പ്രതിഭകളാണ് ഉപ്പും മുളകിലെ അഭിനേതാക്കൾ. BGM ഇല്ലാത്തത് തന്നെ ഒരു സീൻ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്തിക്കാൻ അവർക്ക് കഴിയൊക്കെ. സോ ഇത്രയും കാലം മലയാളികൾക്ക് ഒരുപാട് വർഷമായിട്ട് ഉപ്പും മുളകും ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവരെ ഉള്ളതിൽ നിന്നൊരു ചേഞ്ച് തന്നെയാണ് നല്ലത്. കൂടുതൽ കഥാപാത്രങ്ങൾ അവസരം ഉണ്ടാവും. നാച്ചുറൽ അഭിനയത്തിൻ്റെ ലെവലിൽ നിന്നും കണ്ണീർ പരമ്പര അഭിനയത്തിലൂടെ മാറാൻ 1-2 എപ്പിസോഡ് കൊണ്ട് കഴിയാവുന്നതേ ഉള്ളൂ. ഉപ്പുമുളകും അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് മാറുമ്പോൾ പ്രഷർ അഭിപ്രായങ്ങളും മാനിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ടൊന്നുകൊണ്ട് മാനിക്കുന്നില്ല പറഞ്ഞുതരും. ഓക്കെ, അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. ഇങ്ങനെ ഒരുപാട് കമൻറ്റ്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഉപ്പും മുളകിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് 171ാമത്തെ എപ്പിസോഡ് ഇന്ന് വെള്ളിയാഴ്ചത്തെ ആ ഒരു എപ്പിസോഡിൻ്റെ കുറച്ച് വോയിസ് ഇട്ടായിരുന്നു. ഓക്കെ, വീഡിയോ ഇട്ടെങ്കിൽ സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് വോയിസിൻ്റെ കുറച്ച് ഭാഗം ഇട്ടത്. ഓക്കെ, അതല്ല അച്ഛാ, സിദ്ധു എന്നെയും അവിടുത്തെ അമ്മേനെയും വിളിച്ച് പറഞ്ഞു ബർത്ത്ഡേ ആഘോഷിക്കണ കാര്യം. ഞാനും എഞ്ചിനീയറും കൂടെ എഞ്ചിനീയറിന്റെ ബന്ധുവിന്റെ വീടുണ്ട് പാലക്കാട്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ഒരു വീട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ ഉച്ച കഴിഞ്ഞ് പോകും. ചിലപ്പോ 5 മണിക്ക് ശേഷം പോകും. രാവിലെ തിരിച്ചു വരും. ഈ കുഴപ്പത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നില്ലേ? സോ ഇനി എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ വോയിസിൻ്റെ കുറച്ച് ഭാഗം ഇട്ടത്. ഓക്കെ, BGMൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് BGM ആണ്, അല്ലാതെ ആ ഒരു ഡയലോഗ്സ് അല്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു പറഞ്ഞ ഞാൻ പറഞ്ഞു എടുത്തിട്ട് പടവലത്തേക്ക് അങ്ങ് പോകും. പിന്നെ ഇങ്ങോട്ട് വരികയേ ഇല്ല. അറിയാലോ എന്റെ സ്വഭാവം. പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ ചെയ്യും. എല്ലാവരും ഇങ്ങനെ സംസാരിക്കണം നിർത്തുമോ? എന്ത് പറഞ്ഞാൽ എനിക്കിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന പോലെയുണ്ട്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്രയും കണ്ട് ടെൻഷൻ അടിക്കാൻ ഭേദം ഒരു കല്യാണം കഴിക്കണതല്ലേ? ഇത്ര കഷ്ടപ്പാടുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ? നീ കുഴപ്പത്തിന് നിൽക്കണോല്ല, എന്നെ ഭ്രാന്ത് ഉറപ്പിക്കില്ല രാവിലെ തന്നെ. ഇപ്പൊ ഞാൻ അങ്ങോട്ടും അച്ഛന്റെ ഇരുത്തം കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ എന്തോ പോലെ ഞാൻ ഇങ്ങനെ ഞാൻ കൊണ്ട് തന്നെ പറഞ്ഞേ. സോ ഇനി ഞങ്ങൾക്ക് ഈ ഒരു സീസൺ ഉപ്പുമുളക് സീസൺ 2 ആദ്യത്തെ കുറച്ച് എപ്പിസോഡിൽ BGM ഇല്ലാത്ത ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് അതിന്റെ കുറച്ച് വോയിസ് കേട്ടോ. ഓക്കെ, അച്ഛൻ ഇൻഡയറക്റ്റ് ആയിട്ട് കുളിക്കേണ്ടത് തന്നെ കുളിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ചോദിച്ചു വാങ്ങിയതാ. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്താണ് അണ്ടർഗ്രൗണ്ട് ചർച്ച? അല്ല, ഞങ്ങള് പടവലത്തെ കുളത്തിലെ മീനുകളൊക്കെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. പറഞ്ഞതിനെ ഒപ്പിച്ച് പറയാൻ വേണ്ടി നിൽക്കാണോ? ആണോ? അടുക്കളയിലേക്ക് വാ. സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഉപ്പുമുളക് സീസൺ 1 കുറച്ച് വോയിസിന്റെ BGM ഇല്ലാത്ത അല്ലെങ്കിൽ പണ്ടത്തെ ഉപ്പുമുളക് അതിന്റെ കുറച്ച് വോയിസ് ഞാൻ ഇട്ടു. ഓക്കെ, പിന്നെ നല്ല ഭംഗിയുണ്ടാണ് അളിയന് ഷർട്ട്. നിനക്കൊന്നും വാങ്ങിയില്ലേ? എനിക്ക് ഇട്ടോണ്ട് പോകാൻ ഷർട്ടും പഴയ 2 പാന്റും ഉണ്ട്. പഴയ പാന്റോ? എന്താ പഴയ പാന്റ് ഇട്ടോണ്ട് ഫ്ലൈറ്റ് കയറ്റൂലേ? അല്ല, എന്നാലും പഴയ പാന്റൊക്കെ അപ്പൊ ഓടിയാണ്. അതൊക്കെ പഴയ ഷർട്ട്. എന്ത് ബാലു അത്? അത് പുതിയ ഷർട്ട് ഇപ്പൊ മേടിച്ചിട്ട് വന്നതല്ലേ? കളർ കൊള്ളൂല, സ്റ്റഫ് മോശം, പഴയതുപോലെ ഇരിക്കും. ചേരും എന്തോ
പൊടിയാണോ ട്രെയിനിൽ? ഈ ഷർട്ടിന് എന്താ കുഴപ്പം? നല്ല കളറല്ലേ അത്? ആ നല്ല കളറല്ലേ ഇത്? പിന്നെ നിന്റെ അനിയൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞൊക്കെ ബെസ്റ്റ് ക്വാളിറ്റി, ഞാൻ വാങ്ങിക്കണൊക്കെ ചീപ്പ് ക്വാളിറ്റി. റോഡിൽ കിടക്കണ ഉണക്ക ചാണകം എടുത്തോണ്ട് വന്നാൽ അത് ഫ്രഷ്. എടീ ഇത് പഴയ കടി, കളറും കൊള്ളൂല, അതിന്റെ ഒന്ന് വലിഞ്ഞ് കയറി പോകും, പെട്ടെന്ന് കയറും, നോക്കും. സോ ഇതെല്ലാം കണ്ടതിന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ കാര്യത്തോട് കടക്കുമൊക്കെ. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ഏകദേശം മനസ്സിലേക്കാണ്. ഉപ്പുമുളകിന് ഇങ്ങോട്ട് പോകുന്നതോടെ അതിൻ്റെ ഒരു ഗ്രാഫ് ഇടിഞ്ഞിട്ടിന് വരികയാണ്. ആദ്യത്തെ ഒരു ഫീലിംഗ്, ആദ്യത്തെ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ പോയി. ഓക്കെ, അപ്പോൾ എന്താണ് ഉപ്പുമുളക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ ഈ അടുത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കി. കാരണം ഉപ്പുമുളക് പഴയതുപോലെ അങ്ങനത്തെ പച്ച പിടിക്കില്ല എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് ഉപ്പുമുളകിലെ തമ്പനയിൽസ് എന്ന മാറ്റം ശ്രദ്ധിച്ച് കാണും. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ തമ്പനയിൽസ് മതിയാണ്. നമ്മളെ യൂട്യൂബർമാരെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടി, ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തമ്പനയിലും അവർക്ക് തോന്നി. പണ്ടൊക്കെ ഉപ്പുമുളകിൽ തമ്പനയിൽസ് എന്ന് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. അതായത് ആ ഒരു പരമ്പരയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഭാഗം എടുത്ത് അതിനൊരു മാത്രം ഫ്രെയിം ചെയ്താൽ തമ്പനയിലാക്കുന്ന പരിപാടിയായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ തമ്പനയിൽ ഉണ്ടാക്കണ മാതിരി തോന്നുക, എഡിറ്റിംഗ് അങ്ങനെ ചെയ്ത് കണ്ട് അതൊക്കെ അതിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതിന് പറഞ്ഞത് ഉപ്പുമുളകിൻ്റെ ആ കുത്തനുള്ള ഗ്രാഫ് അവർ ഉയർത്താൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതവർ വിചാരിച്ചു ഭയങ്കരമായിട്ട് വിജയിച്ച മാതിരി തോന്നി. പക്ഷേ അതിനിടെ അവർ BGM കുത്തിക്കേറ്റ് എന്താണ് ഇത് ഇത്ര കാലം എടുത്ത് മാറ്റണമെന്ന് ചോദിച്ചാൽ ഒരു എപ്പിസോഡ് ഉപ്പുമുളകിൽ അല്ലെങ്കിൽ ഏതൊരു സീരിയൽ അതിൻ്റെ ഒരു എപ്പിസോഡ് ആ ദിവസം ഷൂട്ട് ചെയ്യുന്നതല്ലായിരിക്കും. ഓക്കെ, അതൊക്കെ 2-3 ആഴ്ച മുമ്പ് ഷൂട്ട് ചെയ്ത എപ്പിസോഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഉപ്പുമുളകിൻ്റെ ഈ ഒരു എപ്പിസോഡ് 170-171 എപ്പിസോഡ് ഇതെല്ലാം 2-3 ദിവസം മുമ്പ്, 2-3 ദിവസമല്ല, ഓരോ ആഴ്ച 1.5 ആഴ്ചക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച എപ്പിസോഡാണ്. ഓക്കെ, അതൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ട്, ഒരുപാട് കാലം മുമ്പ് ഷൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ്സൊക്കെ ഒരുപാട് കാലം മുമ്പ് ഷൂട്ട് ചെയ്താണ് തന്നെ. ഇപ്പോൾ നിങ്ങൾ എത്ര കമൻറ്റ് ചെയ്താലും ഒരു 180 എപ്പിസോഡ് വരെ അറിയാൻ സാധിച്ചത്, ഒരു 180 മുകളിൽ എപ്പിസോഡ് വരെ ഇതിന് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകില്ല. എന്നോട് ക്ഷമിക്കണം, എന്നെ തെറി വിളിക്കാൻ പറ്റും, ഞാൻ എനിക്ക് അറിയുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ലൈക്കായിട്ട് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഉപ്പുമുളകിനെ തെറ്റിദ്ധരിച്ച് ഉപ്പുമുളക് നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? എന്താണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിക്കാത്തതിന് പറഞ്ഞ് ഒരുപാട് പേര് ഉപ്പുമുളക് നിർത്തിപ്പോകാൻ ചാൻസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മിനിറ്റ് ക്യാമറ റെക്കോർഡായി, കാരണം പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പേടിയാണ്. ഓക്കെ, എന്തായാലും എനിക്ക് പറയുന്നത് ഉപ്പുമുളക് ആൾക്കാരെ നിർത്തി പോകാൻ ചാൻസ്. കാരണം ഇത്രയും കമൻറ്റ് ചെയ്തിട്ടും ആൾക്കാരിത് ഇവരുടെ ആ ഒരു വാക്കിനെ വരെ അലിപ്പിച്ചില്ലെങ്കിൽ ആരായാലും ആ ഒരു പരിപാടി ഇട്ട് പോകും. ഓക്കെ, ഇട്ടിട്ട് പോകാൻ വരട്ടെ. അവർ ഓൾറെഡി കൺഫർമേഷൻ നൽകിയാണ്. ഒരു 150 എപ്പിസോഡിന് എടുത്ത് വരെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം അവർ ഓൾറെഡി ആ ഒരു എപ്പിസോഡ്സിൽ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു മൂലയ്ക്ക്. ഓക്കെ, ഇനി അവർക്കത് വീണ്ടും റീഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ റീഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിന് സമയമില്ല. കാരണം ഓൾറെഡി ഒരുപാട് എപ്പിസോഡ്സ് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അത് റീഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, മാക്സിമം ക്ഷമിച്ച് നിൽക്കുക. ഓക്കെ, അത്രയുള്ള പറയുന്നത്. എന്തായാലും ഇതേപോലത്തെ ഒരു പ്രശ്നം ഇതിന് മുമ്പ് വന്നിരുന്നു. ചക്കപ്പയമ്മൻ എപ്പിസോഡിൽ റാഫിക്ക ചായ കുടിച്ച സമയത്തൊക്കെ, അതായത് നോമ്പ് കാലത്ത് ചായ കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ആയി വന്നിരുന്നു. പക്ഷേ ആൾക്കാർക്ക് അറിയത്തില്ല, ഇതൊക്കെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത എപ്പിസോഡ്സാണ്. അവർ തിരിച്ച് ഇപ്പോൾ ഇന്നായിട്ട് നാളായിട്ട് ഇങ്ങനെ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ദിവസം നടക്കുന്ന കാര്യം ഇപ്പോൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇതിന് മുമ്പ് ഷൂട്ട് ചെയ്താണ്. പിന്നെ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം പിന്നെ വരുന്നതിന് നമുക്ക് ഒട്ടും യോജിപ്പില്ല, അതും മാറ്റും എന്നാണ് അവർ അറിയിച്ചത്. എന്തായാലും BGMൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഉപ്പുമുളക് ഫാൻസ് മാക്സിമം ഷെയർ ആണ്, കാരണം ഉപ്പുമുളകിൻ്റെ അടിസ്ഥാന നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഒരുപാട് പേര് ഈ ഒരു കാരണം കൊണ്ട് ഉപ്പുമുളക് ഉപേക്ഷിച്ച് പോവാണ്. ഓക്കെ, ഇവർ ഈ ആദ്യ സമയത്ത് ഈ എഡിറ്റ് സമയത്ത് ഇവർ ആലോചിച്ചിട്ടുണ്ടാവുക, എഡിറ്റ് കുറേ കാലം മുമ്പായിരിക്കും അവർ അന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല ഇന്ന് പ്രശ്നം. പക്ഷേ ഇന്ന് പ്രശ്നം വരുന്ന സമയത്ത് അവർ തലയെ കഴിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊരു സാധനമാണ്. ഞാൻ അവരത് ഡിലീറ്റ് ചെയ്താൽ അവർക്ക് അത്ര എപ്പിസോഡ്സ് പോകത്തില്ല, അത്രയും എഫേർട്ട് പോകത്തില്ലേ. ഈ ദിവസം ഉപ്പുമുളകിൽ ആക്ടേഴ്സ് സാലറി കൊടുക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, ഇത് മറ്റേ ജോബ് പോലെ ഒരു മാസത്തിൽ കൊടുക്കുന്ന പൈസ അവർക്ക് ദിവസം വരുമാനം കൊടുക്കണം. അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വരുമാനം കൊടുത്ത് അത്രയും വലിയ ലൈറ്റുകളൊക്കെ വെച്ച് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ഒരു BGM കാരണം പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഇനി അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 150 എപ്പിസോഡ് വരെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, എൻ്റെ അഭ്യർത്ഥനയാണ്. സോ അടുത്ത കാണാം, ബൈ ബൈ.